അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ വാപ്പ വന്നു തോന്നുന്നു. ഗേറ്റിന്റെ സൗണ്ട് കേൾക്കുന്നു. രാവിലെ ഇവിടെ നിന്ന് ജോലിക്കെന്ന് പറഞ്ഞ് ഇറങ്ങിയതല്ലേ? മക്കളും നമ്മളൊക്കെ നോയമ്പല്ലേ, ഒന്നും വാങ്ങിച്ചില്ലായിരുന്നോ? പറഞ്ഞിട്ട് കാര്യമല്ലടി, ഇന്നും ജോലിയൊന്നുമില്ല. ഇത്രയും സമയം പള്ളിയിൽ കിടന്നുറങ്ങി. എന്നിട്ടോ എത്ര ശ്രമിച്ചിട്ടും ഒരു ജോലിയും കിട്ടുന്നില്ല. നമ്മളെ ദാരിദ്ര്യത്തിലോട്ട് മാറുന്നു. ഈ നോമ്പും പെരുന്നാളും ഒക്കെ ആയിട്ട് ഇതുകൊണ്ട് ദാരിദ്ര്യമായിട്ട് എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. എല്ലാം ശരിയാവുമായിരിക്കും. എല്ലാം ശരിയാക്കി തരും. ശരിയാക്കി തരട്ടെ. നിങ്ങൾ ആവശ്യമില്ലാത്ത ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ആ, എല്ലാം ശരിയാവും. നോമ്പ് കുറിക്കാൻ വഴി ഉണ്ടാക്കാം. നീ ഒരു കാര്യം ചെയ്യും, ആ പാത്രം എടുത്തിട്ട് നമുക്ക് കുറച്ച് പള്ളിയിൽ പോയി കുറച്ച് കഞ്ഞി വാങ്ങിക്കാം. വേറെ എന്തെങ്കിലുമൊക്കെ വഴി ഉള്ള കാണിച്ചു തരും. വേഗം വരണേ. പാപ്പ നോമ്പ് മുറിക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോയി മോളെ. ആ, പാപ്പ എന്തെങ്കിലും ഒരു വഴി കാണും മോളെ. നമ്മൾ എങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നതാ. പാപ്പാക്ക് ഈ ജോലിയൊക്കെ നഷ്ടപ്പെട്ടതിന് ശേഷമല്ലേ നമുക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ വന്നത്. എല്ലാം ശരിയാവുമായിരിക്കും. പാപ്പാക്ക് നല്ല വിഷമമുണ്ടല്ലേ അമ്മ? വിഷമിച്ചിട്ട് എന്താ മോളെ കാര്യം? മനുഷ്യന്റെ സമയം മാറുന്നത് പറയാൻ പറ്റില്ലല്ലോ. എല്ലാം പിന്നെ പടച്ചവന്റെ തീരുമാനം പോലെ.
വാ മക്കളെ, നോമ്പ് തുറക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ദാ. ആ എല്ലാരും എനിക്ക് നോമ്പ് തുറക്കാനുള്ള എല്ലാ യോഗങ്ങളും ആ പോകുന്നു. ആദ്യം ബിസ്ക്കറ്റ്, നോമ്പ് കഞ്ഞി, മുന്തിരി, ഈത്തപ്പഴം, പഴം, എല്ലാ ഫ്രൂട്ട്സും കൊണ്ടുവന്നു. ആരാ? അതെ, സക്കാത്ത് ചോദിച്ചുകൊണ്ടൊരു സ്ത്രീ വന്ന് നിൽക്കുന്നു. അതെ, ഈ 365 ദിവസത്തിൽ ഈ 335 ദിവസം ഇവർക്ക് വേറെ ദാരിദ്ര്യമൊന്നുമില്ലേ? ഈ റമദാൻ ആവുമ്പോൾ മാത്രം ഈ സക്കാത്ത് എന്ന് വന്ന് ഇറങ്ങേണ്ട കാര്യം എന്താ? ഈ സക്കാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്തുള്ളവർ അതിൽ നിന്നൊരു ഓഹരി അവരുടെ വീടുകളിൽ എത്തിക്കുക എന്നുള്ളതാണ്, പാവപ്പെട്ടവരുടെ വീടുകളിൽ എത്തിക്കുക എന്നുള്ളത്. ഇവർ ഈ സക്കാത്ത് എന്ന് പറഞ്ഞിട്ട് ഓരോ വീടാന്തരം കയറി വെറുതെ ഇങ്ങനെ കൈ നീട്ടി നടക്കേണ്ട വല്ല കാര്യമുണ്ട്? അതെ, അങ്ങനെയൊന്നും പറയണ്ട. നമ്മുടെ വീടിന്റെ നടയെ വരുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതങ്ങ് കൊടുത്താൽ മതി. ആ, എന്താണ് നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ആ, ഇരുമക്കളെ. പോയോ? ആ, പോയി. ആ, നീ നോമ്പ് മുറിക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സജ്ജീകരണങ്ങളെ. അതെ, ഞാൻ ഇപ്പൊ വരാവേ. എവിടെ പോന്ന്? അപ്പുറത്തെ വീട്ടിലെ ഉപ്പാടെ ഉമ്മാടെ നോമ്പൊക്കെ എന്തായാലും നോക്കിട്ട് വരട്ടെ. 3-4 ദിവസമായി ഞാൻ അങ്ങോട്ട് പോയിട്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരൊക്കെ നല്ല നസീബുള്ള ആൾക്കാരാ. മോൻ ഗൾഫില്, മോള് ഡോക്ടർ, അവരൊക്കെ നല്ല ജീവിക്കുന്നവരാ. എന്നാലും ഒന്ന് അന്വേഷിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അവർക്കും ഇങ്ങോട്ടൊക്കെ അന്വേഷിക്കാം. അല്ലാണ്ട് നമ്മൾ മാത്രം അവരെ അന്വേഷിച്ചിട്ട് കാര്യമില്ലേ? പാവപ്പെട്ട് നമ്മൾ അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യാൻ? വേമ്പ ഉമ്മയെ കണ്ടില്ലല്ലോ മക്കളെ. നോമ്പ് മണി മോർക്ക് കുറച്ച് സമയം കൂടെ ഇനി ബാക്കിയുള്ളൂ. എന്താ മനസ്സിൽ മുഖം വല്ലാണ്ടിരിക്കുന്നത്? അവർ കുഴപ്പമെല്ലാം പറഞ്ഞ എന്തു പറ്റി? പറ, എന്താ പറ, കാര്യം പറ. പിന്നെ 2 ദിവസം കൊണ്ട് അവർ നോമ്പ് ഉറക്കുന്നത് പച്ചവെള്ളത്തില. അത്താഴത്തിനെ ചപ്പാത്തിയും ചമ്മന്തിയും അവര് കഴിക്കുന്നത്. നമ്മളൊന്നും അറിയുന്നില്ല. മക്കളൊക്കെ നല്ല നിലയിലല്ലേ? മക്കൾ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഞാനേ ഇതിന് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയി കൊടുക്കട്ടെ. ഉള്ള എന്താണെന്ന് വെച്ചാൽ എടുത്തു. എങ്കിൽ പിന്നെ നീ ഇങ്ങോട്ട് വിളിക്കാത്ത എന്താ? ഉള്ളതാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കഴിക്കായിരുന്നല്ലോ. അപ്പൊ എന്താണെന്ന് വെച്ചാ ഉള്ളടുത്ത് ഓർമ്മ കൂടെ കൊടുക്കാൻ നോക്കും. അവര് നോമ്പ് കുറിക്കട്ടെ. ഞാൻ കൊണ്ടു കൊടുത്തിട്ട് വരാമേ. വേഗം അവർക്കും കൂടെ കൊടുത്തപ്പോ നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ അപ്പൊ നോമ്പ് കുറിക്കാൻ. മതി മക്കളെ, നമുക്ക് കുറച്ച് നോമ്പ് മുറിക്കാൻ മതി. പക്ഷേ രണ്ടുപേരെ നമുക്ക് നോമ്പ് മുറിപ്പിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയില്ലേ, അത് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വലിയ പുണ്യമായിരിക്കും മക്കളെ. കാര്യം ഒരുപാട് ഉള്ളതെന്ന് കൊടുക്കുന്നതിനേക്കാളും ഇല്ലായ്മെന്ന് കൊടുക്കുന്നതാണ് മക്കളെ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത്. അല്ലാഹു അക്ബർ.